ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞു പോയ വമ്പൻ ജീവികളാണ് മാമോത്തുകൾ. ഇന്നത്തെ ആനകളെക്കാൾ വലിപ്പമുള്ള മാമോത്തുകൾ ഒരിക്കൽ ഭൂമിയിൽ സ്വൈരി വിഹാരം നടത്തിയിരുന്നു. 10,000 വർഷം മുമ്പ് മൺമറഞ്ഞ മാമോത്തിന്റേത് എന്ന് പറയപ്പെടുന്ന കൊമ്പ് കണ്ടെത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം കൽക്കരി ഖനി തൊഴിലാളികൾ. ഒരു മനുഷ്യനേക്കാൾ പൊക്കമുള്ളതാണ് ഈ കൊമ്പ് എന്നാണ് പറയപ്പെടുന്നത്. യുഎസിലെ നോർത്ത് ഡക്കോട്ടയിലാണ് ഈ മാമോത്ത് കൊമ്പ് കുഴിച്ചെടുത്തത്. ഇതിനൊപ്പം 20ഓളം അസ്ഥികളും കണ്ടെത്തിയിട്ടുണ്ട്. 22.6 കിലോഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള മാമോത്ത് കൊമ്പ് വളരെ ദുർബലവും എളുപ്പം പൊട്ടാവുന്നതുമായ നിലയിലാണ് കാണപ്പെട്ടത്. ഈ കണ്ടെത്തൽ മാമോത്തുകളെ കുറിച്ചും അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചുമുള്ള ചരിത്രത്തിന്റെ വിലപ്പെട്ട അറിവുകൾ നൽകുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. കൂടെ ലഭിച്ചിരുന്ന 200 അസ്ഥികൾ ഒരു മൃഗത്തിൽ നിന്നുള്ളതാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ കൊമ്പിനോടൊപ്പം കണ്ടെത്തിയ അസ്ഥികൾ മാസങ്ങളോളം പൊതിഞ്ഞു സൂക്ഷിക്കാനാണ് പ്ലാൻ. അവശിഷ്ടങ്ങൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നൽകാൻ ഖനന കമ്പനി പദ്ധതിയിടുന്നു എന്ന് പറയപ്പെടുന്നുമുണ്ട്. ആനകളുടെ വർഗത്തിൽപ്പെട്ട ഈ മാമോത്തുകൾക്ക് 13 അടി വരെ പൊക്കവും 8,000 കിലോ ഭാരവും വലിയ കൊമ്പുകളും തുമ്പിക്കൈകളും ഒക്കെയുള്ള ശരീരപ്രകൃതിയാണ്. 25 ദശലക്ഷം വർഷം മുമ്പ് തുടങ്ങി 11,000 വർഷം മുമ്പ് അവസാനിച്ച പ്ലീസ്റ്റോസീൻ കാലഘട്ടത്തിലെ പ്രബല ജീവികളായ ഇവ ഓസ്ട്രേലിയയിലും തെക്കേ അമേരിക്കയിലും ഒഴിച്ച് എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിരുന്നു. വൂളി മാമോത്ത് എന്നറിയപ്പെടുന്ന വർഗം ഉത്തര ധ്രുവ മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവയുടെ വ്യത്യസ്തത കാരണം വളരെ പ്രശസ്തരായിരുന്നു. ഒട്ടേറെ നോവലുകളിലും ഐസ് ഏജ് പരമ്പര ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങളിലും മാമോത്തുകൾ കഥാപാത്രങ്ങളാവുകയും ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷണ ലഭ്യത കുറവ്, മനുഷ്യരുടെ വേട്ടയാടൽ തുടങ്ങിയവയാണ് ഭൂമിയിൽ നിന്ന് ഇവ തുടച്ചു നീക്കപ്പെടാൻ കാരണം. ഭൂമിയിലെ അവസാനത്തെ മാമോത്തുകളും അവസാനിച്ചത് 4,000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരിടയ്ക്ക് സൈബീരിയയിലെ ഉറഞ്ഞു കിടന്ന മഞ്ഞുപാളിയിൽ നിന്നും ഒരു മാമോത്തിന്റെ നശിക്കാത്ത ശവം കണ്ടെത്തിയിരുന്നു. എഡിറ്റിംഗ് വഴി മാറ്റങ്ങൾ വരുത്തി ഗവേഷണം പൂർത്തീകരിക്കാനാണ് അന്ന് ശാസ്ത്രജ്ഞർ ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അന്നത്തെ ഗവേഷണത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വന്നതോടെ ആ ലക്ഷ്യം മാറ്റിവെക്കുകയായിരുന്നു. പാറക്കല്ലുകളാൽ നിറഞ്ഞ പർവ്വതനിരകൾക്ക് സമീപമുള്ള യുഎസിലെ നോർത്ത് ഡക്കോട്ടയുടെ ഭൂപ്രകൃതി ഫോസിലുകളുടെ ഒരു നിധി തന്നെയാണ്. പാരിസ്ഥിതിക ചരിത്രവും പുരാതന ജീവിതത്തിന്റെ അവശിഷ്ടങ്ങളും സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് യുഎസിലെ ഈ നോർത്ത് ഡക്കോട്ട. ഇവിടെ നിന്നാണ് 10,000 വർഷം മുമ്പുള്ള മാമോത്തിന്റെ കൊമ്പ് കണ്ടെത്തിയിരിക്കുന്നത്.